ഹലോ ഗൈസ്, നല്ല മഴയല്ലേ? ഈ മഴയത്ത് ഞാൻ നിങ്ങളെ എൻ്റെ ഫാം പരിചയപ്പെടുത്തി തരാം. ഫാം ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു സെറ്റപ്പാണ്. ഫസ്റ്റ് ടാങ്ക്, ഇതിൻ്റെ അകത്ത് ആമ്പല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി അടുത്തത് ഈ ടാങ്ക്. ഇതിലാണ് റെഡ് ബലൂൺ പ്ലാറ്റ് ഉള്ളത്, പക്ഷേ സെയിലിനായിട്ടുള്ളതൊന്നുമില്ല. എല്ലാം കുഞ്ഞുങ്ങളാണ്. പിന്നെ അതിൻ്റെ പാരൻസ് രണ്ട് പേര്. അതിൻ്റെ അകത്ത് വാരിസ്റ്റേരിയയും വള്ളിപ്പായലും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്താണ് സാന്റാക്ലോസ് ഉള്ളത്. ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഒരെണ്ണത്തിന് വൈറ്റ് നല്ലോണം കയറിയത്, പിന്നെ മാത്രമല്ല ഫീമെയിലിനൊക്കെ നല്ല സൈസാണ്. പിന്നെ എൻ്റെ കയ്യിൽ ആമസോൺ സോഡ് പ്ലാന്റും ഡക്ക് വീടുകളും പിന്നെ കുറച്ച് പായലും. അപ്പുറത്താണ് മിക്സഡ് കപ്പി. ഇതിൻ്റെ അകത്ത് ഡംബോയറിൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടക്സഡോക്കോയുടെ ക്യാപ്പില്ലാത്ത ഗപ്പീസ്, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇതിലാണ് യെല്ലോ ടൈഗർ ഗപ്പിയുടെ കുഞ്ഞുങ്ങളുള്ളത്. പോകുന്നതൊക്കെ അത്യാവശ്യം സൈസായിട്ടുണ്ട്. ഏകദേശം ഒരു മാസം പ്രായം. കളറ് അധികമായിട്ടില്ല, അതിൻ്റെ ടെയിലിൽ മാത്രമേ കളറായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരെണ്ണം എൻ്റെ അക്വേറിയത്തിലും കിടക്കുന്നുണ്ട്, ഷ്രിമ്പിൻ്റെ ടാങ്കിൽ. ഇനി അടുത്തത് വേറൊരു മിക്സഡ് ഗപ്പി. പക്ഷേ ഇതിലത്യാവശ്യം റെഡ് ഡ്രാഗണും ക്വാളിറ്റിയുള്ള ഇയറുള്ള കുറേ ഐറ്റംസാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് കുറേ കാലമായി, അതാണ് അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ വേസ്റ്റാണ്. ഈ രണ്ട് മിക്സഡും നമ്മൾ സെയിലിനായിട്ടുണ്ട്. ഈ ടാങ്കിലുള്ള മിക്സഡ് കപ്പി പെയറിന് 20 രൂപയാണ്. അതിൽ മറ്റേ ടാങ്കിൽ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ 5 രൂപയും പെയറായിട്ട് എടുക്കുകയാണെങ്കിൽ 10 രൂപയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി അടുത്തത് മുകളിലത്തെ ടാങ്കിലേക്ക് പോവാം. നോൺ സ്റ്റോപ്പ് മഴയായത് കാരണം എൻ്റെ വീടിൻ്റെ പിന്നിലൊക്കെ നിറയെ വെള്ളം കയറിയിരിക്കുക. പക്ഷെ അതിൽ ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. വീടിൻ്റെ പിന്നിൽ ചെറിയൊരു പാടം പോലെ, അവിടെ ഫുള്ള് വെള്ളം കയറി. ഇപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കരിപ്പിടി കുഞ്ഞുങ്ങളും ഒക്കെ കിടന്ന് തിളയ്ക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ടാങ്കിൻ്റെ അകത്താണ് ഡംബോയർ ഉള്ളത്. പക്ഷേ ഇതത്ര ക്വാളിറ്റി ഇല്ല, കണ്ടോ? സൈസും കുറവാണ്, കളർ അധികം ഇല്ല, ക്വാളിറ്റി ഇല്ലാത്ത ലീനിയേജാണ്. ഞാനിതിൻ്റെ ലീനിയേജ് മാറ്റാൻ പോവുക, അതുകൊണ്ട് ഇതാർക്കും കൊടുക്കുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ ഫോക്സ് ടെയിൽ ഉണ്ട്. അതിൻ്റെ ഫീമെയിലാണ് ഈ കാണുന്നത്. ഫീമെയിലിന് അത്യാവശ്യം സൈസ് ഉണ്ട്, കുറേ ബ്രീഡൊക്കെ കിട്ടിയതാണ്. എന്നാലും ആ കുഞ്ഞുങ്ങളെ മുഴുവൻ ഞാൻ മിക്സഡാക്കി. ഇനി ഈ ടാങ്കിൽ വരുന്നത് മോസ്കോ ബ്ലാക്ക് ഗപ്പിയാണ്. ഇതെനിക്ക് എൻ്റെ കൂട്ടുകാരൻ ബ്രൂഡായിട്ട് തന്നതാണ്. 2 മെയിലും 3 ഫീമെയിലും എന്ന റേഷ്യോയിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വെറുതെ അവർക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മെയിലിന് അതിൻ്റെ ഒരു ക്യാപ്പ് പോലെ ബ്ലൂ കളറും ഇയറിനൊക്കെ ബ്ലൂ കളർ കയറിയിട്ടുണ്ട്. മോസ്കോ ബ്ലാക്ക് ഗപ്പിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ടാങ്കിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, ഈ പച്ച കളർ ടാങ്കിൽ. മോസ്കോ ബ്ലാക്ക് ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണ് ഈ ടാങ്കിൽ കിടക്കുന്നത്. ഒരു വലിയ ഫീമെയിലുണ്ട് എൻ്റെ കയ്യിൽ. അത് പ്രസവിച്ച് ഏകദേശം ഒരു 30 മേലെ കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഫീമെയിൽ പ്രസവിച്ചിട്ടാണ് നമുക്ക് ഈ കുട്ടികളെ മുഴുവൻ കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള 2 എണ്ണം ബ്രീഡായി കഴിഞ്ഞതാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ടാങ്കിൽ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ കുഞ്ഞുങ്ങളാണ്. നമുക്കൊന്നും ഒരു ബ്രീഡ് പോലും സെയിലിനായിട്ടില്ല. അതാണ് എൻ്റെ ആകെയുള്ള വിഷമം. കുഴപ്പമൊന്നുമില്ല, ഇതിന് നമ്മൾ ലൈഫ് ഫുഡൊക്കെ കൊടുത്ത് വലുതാക്കാം. വേഗം തന്നെ നമുക്ക് സെയിലിനാക്കിക്കോളാം. ഇത് ഏകദേശം ഒരു 10-11 കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം എൻ്റെ ഉള്ള ഫീമെയിലിൻ്റെ ഫസ്റ്റ് ബ്രീഡാണ്. ഈ ടാങ്കിൽ ഞാൻ മിക്സഡ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പെയറാണ് ഇത്. റെഡ് ഡ്രാഗൻ്റെ ഒരു പെയറും ഒരു മെയിലും ഡംബോയറിൻ്റെ ഒരു ഫീമെയിലുമാണ് കിടക്കുന്നത്. അത് മിക്സഡ് ആക്കി എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഇത് ടക്സഡോക്കോയാണ്. ഇതും നമുക്ക് സെയിലിനായിട്ടുള്ളതില്ല. ക്യാപ്പുള്ള 3 ഫീമെയിലും ബാക്കി കുട്ടികളാണ് ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞത്, എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുള്ളതൊന്നുമില്ല. ഇതിൻ്റെ അകത്താണ് പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ പാരൻസ് ഉള്ളത്. ഒരു പെയറാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ 60 രൂപയ്ക്ക് തന്നതാണ്. ക്വാളിറ്റിയുള്ള പെയറാണ്, കാരണം അതിൻ്റെ ഫീമെയിലിനടക്കം ഇയർ വന്നിരിക്കുകയാണ്.
ഇതിൻ്റെ അകത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് മണൽ, സാധാരണ എൻ്റെ വീടിൻ്റെ പറമ്പിൽ കാണുന്ന മണലും, പിന്നെ എൻ്റെ അക്വേറിയത്തിൽ കേടായി നിന്ന ഒരു ചെടിച്ചട്ടി, പിന്നെ വാലിസ്റ്റേരിയ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. അതേപോലെ തന്നെ ഫോക്സ് ടെയിലും ഉണ്ട്. ഇത് ഞാൻ മൊയിന കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരിക. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഫോക്സ് ടെയിൽ നമുക്ക് ഒരു പാക്ക് ഫുള്ള് വരുന്നത് 20 രൂപയാണ്. അതുപോലെ തന്നെ വള്ളിപ്പായലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഒരു പാക്കറ്റ് 10 രൂപയ്ക്ക് തരും. വേണ്ടവർ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ അതിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അഡ്രസ്സ് അടക്കം ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം. ഇനി താഴത്തേക്ക് താഴത്തേക്ക് വീണ്ടും പോവുകയാണ്. ഈ മിക്സഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയതാണ്. കാരണം എനിക്ക് ഗപ്പികൾ എന്താണെന്ന് അറിയാത്തൊരു സമയത്ത് സാന്റാക്ലോസും റെഡ് ഡ്രാഗണും ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരുമിച്ചിട്ടു. ആകെ കുളമായി. ബ്രീഡായപ്പോൾ 18 കുട്ടികളെ കിട്ടി. അതിന്ന് ബ്രീഡായി കിട്ടിയതാണ് ഇവരെല്ലാവരും. പിന്നെ എൻ്റെ കയ്യിൽ ക്വാളിറ്റി ഇല്ലാത്ത ബ്രീഡുകളിൽ ക്വാളിറ്റി ഇല്ലാത്ത മീനുകളെ ഞാൻ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിൽ നിന്നുണ്ടാവുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ ബ്രീഡിനായിട്ട് പ്രത്യേകം വിലയാണെന്ന്. അത് കാരണമാണ് ഞാൻ ഈ ഫാം പോലെ തുടങ്ങിയത്. ശരിക്കും ഫാം തുടങ്ങാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എവരിത്തിങ് ഈസ് ബ്രോ എന്ന് പറഞ്ഞ ചാനൽ കണ്ടതിന് ശേഷമാണ്. ആ ചേട്ടൻ്റെ കയ്യിൽ കുറേ ഗപ്പി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അതേപോലെ ഞാനും തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഈ ഗ്രൂപ്പിനെ ഗ്ലാസ് ടാങ്കിലിട്ടിട്ട്, ഈ ഗ്രൂപ്പിനെ മറ്റേ മിക്സഡിനെ ഗ്ലാസ് ടാങ്കിലിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. പിന്നെ പ്ലാൻസിൻ്റെ കാര്യവും അതിൻ്റെ പ്രൈസിൻ്റെ കാര്യവും ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുവരേക്കും ബൈ.